നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാത്തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. 1600-ലധികം ഒഴിവുകൾ, പരീക്ഷയില്ലാതെ കേന്ദ്ര സർക്കാർ ജോലി. NCL അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് 2026. കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ പരീക്ഷയില്ലാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ അവസരം. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ അനുബന്ധ കമ്പനിയായ നോർത്തേൺ കോൾഫീൽഡ്സ് ലിമിറ്റഡ് അഥവാ NCL വിവിധ അപ്രന്റീസ് തസ്തികകളിലേക്ക് 1607 ഒഴിവുകൾ പ്രഖ്യാപിച്ചു. ഡിഗ്രി, ഡിപ്ലോമ, ITI, പാരാമെഡിക്കൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമനത്തിന് എഴുത്തുപരീക്ഷയോ അഭിമുഖമോ ഇല്ല എന്നതാണ്. ആദ്യം ഒഴിവുകളുടെ വിവരങ്ങൾ നോക്കാം. ആകെ 1607 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ട്രേഡ് അപ്രന്റീസ് വിഭാഗത്തിൽ 889 ഒഴിവുകൾ, ഡിപ്ലോമ അപ്രന്റീസ് വിഭാഗത്തിൽ 315 ഒഴിവുകൾ, ഗ്രാജുവേറ്റ് അപ്രന്റീസ് വിഭാഗത്തിലെ 234 ഒഴിവുകൾ, പാരാമെഡിക്കൽ അപ്രന്റീസ് വിഭാഗത്തിൽ 169 ഒഴിവുകൾ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, വെൽഡർ, വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ, BE, BTech, BCom, BA, LLB, BCA, നഴ്സിംഗ്, ഫാർമസി, ഫിസിയോതെറാപ്പി തുടങ്ങിയ നിരവധി യോഗ്യതകൾ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇനി പ്രായപരിധി നോക്കാം. 2026 ജൂൺ 1 അടിസ്ഥാനമാക്കി കുറഞ്ഞ പ്രായം 18 വയസ്സും പരമാവധി പ്രായം 26 വയസ്സുമാണ്. OBC നോൺ ക്രിമിലിയർ വിഭാഗക്കാർക്ക് 3 വർഷവും, SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും, ഭിന്നശേഷിക്കാർക്ക് നിയമാനുസൃതമായ പ്രായ ഇളവും ലഭിക്കും. വിദ്യാഭ്യാസ യോഗ്യത, അപേക്ഷിക്കുന്ന തസ്തിക എന്നിവ അനുസരിച്ച് ITI, ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം ഉണ്ടായിരിക്കണം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2022 ജൂണിന് മുമ്പ് യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കില്ല. ഇനി സ്റ്റൈപ്പൻഡ് വിവരങ്ങൾ നോക്കാം. ഗ്രാജുവേറ്റ് അപ്രന്റീസുകൾക്ക് പ്രതിമാസം 12,300 രൂപ, ഡിപ്ലോമ അപ്രന്റീസുകൾക്ക് 10,900 രൂപ, ITI ട്രേഡ് അപ്രന്റീസുകൾക്ക് 9,600 രൂപ മുതൽ 10,560 രൂപ വരെ, പാരാമെഡിക്കൽ അപ്രന്റീസുകൾക്ക് 12,700 രൂപ മുതൽ 13,700 രൂപ വരെ പ്രതിമാസം സ്റ്റൈപ്പൻഡ് ലഭിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് രീതി. ഈ റിക്രൂട്ട്മെന്റിന് എഴുത്തുപരീക്ഷയോ അഭിമുഖമോ ഉണ്ടായിരിക്കില്ല. ഉദ്യോഗാർത്ഥികൾ അവരുടെ ഡിഗ്രി, ഡിപ്ലോമ, ITI അല്ലെങ്കിൽ 10ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന മെറിറ്റ് ലിസ്റ്റ് വഴിയാണ് തിരഞ്ഞെടുക്കപ്പെടുക. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ പരിശോധനയും ഉണ്ടായിരിക്കും. പ്രധാന തീയതികൾ നോക്കാം. അപേക്ഷകൾ സമർപ്പിക്കാൻ ആരംഭിക്കുന്നത് 2026 ജൂൺ 1 മുതൽ. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി 2026 ജൂൺ 15. താൽക്കാലിക മെറിറ്റ് ലിസ്റ്റ് 2026 ജൂൺ 20ഓടെ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ഡിഗ്രി, ഡിപ്ലോമ യോഗ്യതയുള്ളവർ ആദ്യം NATS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ITI യോഗ്യതയുള്ളവർ NAPS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ശേഷം NCLന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ കരിയേഴ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് ലിങ്ക് വഴി അപേക്ഷ പൂർത്തിയാക്കാം. ഈ നിയമനത്തിന് അപേക്ഷാ ഫീസ് ഇല്ല. അതിനാൽ ഡിഗ്രി, ഡിപ്ലോമ, ITI, പാരാമെഡിക്കൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സർക്കാർ ജോലി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.